എല്ലാവർക്കും നമ്മളുടെ ഡേ 2 വർക്കൗട്ടിലേക്ക് സ്വാഗതം. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു അല്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വാമപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാമപ്പ് അല്ല എനിക്കിഷ്ടം. എനിക്ക് ജസ്റ്റ് ഒന്ന് ജോഗ് ചെയ്തിട്ട് നമ്മളുടെ ആ ബോഡി ഒന്ന് നന്നായിട്ട് വാം ആക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ, ഇടയ്ക്കൊരു ചേഞ്ച് ആവട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ആം സ്ട്രെച്ചിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആംസും അതേപോലെ തന്നെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വന്നാലും ഒരു എൻറ്റയർ ബോഡി മൂവ് ചെയ്യിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ആംസ് എല്ലാം ഒന്ന് ഫ്രണ്ടിലോട്ടും അതേപോലെ തന്നെ താഴോട്ടും എല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ പതുക്കെ ചെയ്യാറുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ജോഗ് ചെയ്യുന്നത് എനിക്ക് പ്രശ്നമില്ല വാമപ്പ് ചെയ്യുമ്പോഴും. പക്ഷേ ഇങ്ങനെ നമ്മുടെ കൈയും കാലൊക്കെ അനക്കി നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആം റൊട്ടേഷൻ ചെയ്തു. പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മളുടെ തൈസൊക്കെ ഒന്ന് എന്താ പറയുക സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഹിപ്സും ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ജോഗിങ് ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആ ജോഗിങ് നമ്മളതിന് റണ്ണിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഫാറ്റ് ബേണിങ് നടക്കത്തില്ല, അതാണ് കാര്യം. ഫില്ലേഴ്സായിട്ടെല്ലാം നമ്മൾ റണ്ണിങ് ആണ് വെക്കുന്നത്. ചില വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മടുപ്പ് വരുമല്ലോ, സ്വാഭാവികം. കാരണം പിടുത്തം കിട്ടില്ല. അപ്പോൾ നമ്മൾ പതുക്കെ അതിന് പകരം നമ്മൾ ഫില്ലേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴും നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ബേണിങ് നടക്കും. ഓക്കെ, അത് അറിയാണ്ട് പോകുന്ന വർക്കൗട്ട് സ്റ്റെപ്സാണ്, പക്ഷേ നല്ല രീതിയിൽ ബേൺ ഔട്ട് നടക്കും. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് തന്നെ നമ്മൾ 1 സ്റ്റെപ്പാണ് വെക്കുന്നത്. ജമ്പിങ് ജാക്സിൻ്റെ ഒരു ചെറിയൊരു രൂപം. അപ്പോൾ ഇത് ഞാൻ പതുക്കെയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്, കാര്യമായിട്ട് ചെയ്യുന്നില്ല. കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉളുക്ക് വരും. പിന്നെ ഈ ജമ്പിങ് ജാക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഹെവി ആയിട്ടുള്ളവർ, അതായത് അധികം ചെയ്ത് നമ്മളിപ്പം ബിഗിനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലേ അറിയാൻ പറ്റും. ഒരു ഡോക്ടറെയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്തെങ്കിലും മുട്ടിന് തേയ്മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെനിസ്കൽ ടിയറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് ചിലപ്പം പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, ഹെവി വെയിറ്റ് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ. ഇതിപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ജമ്പിങ് ജാക്സ് കുറച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇടയിൽ നമ്മൾ ഓടുകയാണ് കേട്ടോ. നന്നായിട്ട് ഓടിക്കോളൂ, ഒരു പ്രശ്നമില്ല. സ്ത്രീകളാണെങ്കിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ, ധൈര്യമായിട്ട് ഓടിക്കോളൂ. അതിനുശേഷം നമ്മളെടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 കൈയും കാലും ഒക്കെ നമ്മൾ സ്ട്രെച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ 2 കൈകളും 2 കാലുകളും നമ്മൾ നന്നായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്കിലെ ടയർ ഉണ്ടല്ലോ, നമ്മുടെ വയറിൻ്റെയൊക്കെ ഭാഗത്തുള്ള ടയറും പിന്നെ അതുപോലെ സൈഡ് ഭാഗത്തുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും. ഓക്കെ, ഇതൊരു യൂണിവേഴ്സൽ മാസ് റിഡക്ഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാൻ തോന്നി, ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്തു, അത്രേ ഉള്ളൂ. എനർജി കിട്ടി തുടങ്ങി. നമ്മളുടെ എൻജിൻ ഓൺ ആക്കുന്ന ചെറിയ സമയത്തെ ബുദ്ധിമുട്ടുള്ളൂ, പണ്ടത്തെ വണ്ടികൾ പോലെ. പിന്നെ പ്രശ്നമില്ല, നല്ല രീതിയിൽ തന്നെ പിന്നെ അത് ഓക്കെ ആയിക്കോളും. അങ്ങനെ നമ്മൾ പിന്നെ അത് ചെയ്തു. അതിനുശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. ഇത്തരം സമയങ്ങളിൽ നമ്മൾ പതുക്കെ, നമുക്ക് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പതുക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ജോഗ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ശ്വാസം മുട്ടും അങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പതുക്കെ സ്ലോവിൽ നിൽക്കുക. സഡനായിട്ട് നിൽക്കുകയും ചെയ്യരുത്, സ്ലോവിൽ നിൽക്കുക കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നീ ക്ലാപ്സ് ആണ് കേട്ടോ. നീ ക്ലാപ്സ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളുടെ എൽബോ ഒന്ന് പൊക്കാൻ നോക്കുക, നമ്മുടെ മുട്ടുകാലേ ഒന്ന് പൊക്കാൻ നോക്കുക. നമ്മുടെ പോസ്റ്റർ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് എൽബോ പൊക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന് നല്ലതാണ് കേട്ടോ. നമ്മളുടെ കോർ ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ആ വയറിൻ്റെ നടുക്കുള്ള ആ ഭാഗമില്ല, അതിനെയാണ് നമ്മൾ കോറെന്ന് പറയണത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ടൈറ്റാക്കി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇത് നിന്ന് ചെയ്യാം, ഇങ്ങനെ ഓടിക്കതച്ച് ചെയ്യാം. ഞാനിങ്ങനെ ഓടിക്കതച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സൽ മാസ് റിഡക്ഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വർക്കൗട്ട്സിൽ ഇങ്ങനെ ഓടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ജോഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ റൺ ചെയ്തിട്ടോ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പം അത് കംസ് ടു അണ്ടർ ദ കാറ്റഗറി ഓഫ് യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹൈ നീസ് ഇതേപോലെ തന്നെ നമ്മളുടെ അബ്ഡോമൻ്റെ ഒരു എക്സസൈസാണ്. ഇതും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നമ്മളുടെ എൽബോ ഒന്ന് പൊക്കിയിട്ട് നമ്മളിങ്ങനെ മുട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതും നമ്മളൊരു 30 കൗണ്ട്സ് തന്നെ ചെയ്യാൻ നോക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ 15 കൗണ്ടൊക്കെ മതി. ഞാനിന്ന് ഏകദേശം ഒരു 30 കൗണ്ടോളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതറിയാലോ, നമ്മളുടെ ക്രഞ്ചസ്
ഈ പ്രാവശ്യം ഞാൻ ക്രഞ്ചസ് 4 പ്രാവശ്യം ഓരോ സൈഡിലേക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം എൻ്റെ പരിപ്പ് ഇളകിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് 4 പ്രാവശ്യം. നമുക്ക് ക്ഷീണം വരും നമ്മളുടെ, പക്ഷേ മാക്സിമം ഇപ്പം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ക്ഷീണം വരുവാണെന്നുണ്ടെങ്കിലും ഒന്ന് മാക്സിമം ത്രഷോൾഡിൽ തന്നെ അങ്ങോട്ട് ചെയ്യാൻ നോക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പിത്തളിപ്പം ഒരു മടിയാണ് സംഭവം, വേറെ ഒന്നുമില്ല, ചെയ്യാൻ പറ്റിക്കോളും. പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. റണ്ണിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. റൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നമുക്കിങ്ങനെ സ്വെറ്റിംഗ് ആവും. സ്വെറ്റിംഗ് ആയിട്ടേ കാര്യമുള്ളൂ. ശരിക്കും നിന്നിട്ട് ചെയ്യുന്ന സ്റ്റാൻഡിങ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സസൈസസും, അതായത് ലൈക്ക് എന്താ പറയണത്, ഇതേപോലെ തന്നെ നമുക്ക് നീ ക്ലാപ്സും അതേപോലെ തന്നെ ഹൈ നീസും ഒക്കെ നമ്മൾ നിന്നിട്ട് ചെയ്യാം. പക്ഷെ നിന്നിട്ട് ചെയ്യുമ്പോഴുള്ള ഫാറ്റ് ബേണിങ്ങും നിങ്ങൾക്കത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മൾ റൺ ചെയ്തിട്ടുള്ള ഫാറ്റ് ബേണിങ്ങും രണ്ടും രണ്ടാണ്. അതൊരു മണിക്കൂർ ചെയ്യുമ്പം ഇതൊരു അരമണിക്കൂർ ചെയ്യുമ്പോഴേക്കും നമ്മൾ നല്ല പപ്പടം പോലെ ആയിക്കോളും, നല്ല വയർത്ത് ഭണ്ടാറം ആയിക്കോളും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ട്വിസ്റ്റേഴ്സാണ്. ട്വിസ്റ്റേഴ്സ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഇതേപോലെ തന്നെ നമ്മളുടെ അബ്ഡോമിനൊക്കെ നല്ല ഷേപ്പും നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കേട്ടോ ട്വിസ്റ്റേഴ്സ്. ട്വിസ്റ്റർ ചെയ്യുമ്പോഴും നമുക്കിപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ബോഡി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബേണിംഗ് ആണ് വേണ്ടത്, മാസ് റിഡക്ഷൻ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതും ഒരു 30 കൗണ്ട്സോ 40യോ 50യോ ഒക്കെ ചെയ്യാം. ഇതിപ്പം നമ്മൾ വെറുതെ നിൽക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് അല്ലേ. ദ ബെസ്റ്റ് ആണ് കേട്ടോ, ഒരു ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സിമ്പിളായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ട് അടുത്തത് വന്നിട്ട് ഇതിനിടയിൽ കറണ്ട് പോയിട്ടോ, അപ്പം ഞാൻ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിരുന്നതിൻ്റെ ആ ഗ്യാപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത വന്നിട്ട് നമ്മളുടെ ഹാമർ കേൾസ് ആണ് കേട്ടോ. ഇത് നമ്മളുടെ കൈക്കുള്ള എക്സസൈസാണ്, അതായത് നമ്മളുടെ അപ്പർ ആംസിൻ്റെ എക്സസൈസ് തന്നെയാണ്. മാക്സിമം നമ്മളത് നമ്മളുടെ ആ ഒരു ഇതില്ലേ, ആ 2 ഏരിയയുടെ നടുക്കുള്ള ആ ഭാഗത്തേക്ക് അങ്ങോട്ട് മുട്ടിക്കുക, സ്ട്രെയിറ്റ് പിടിക്കുക. നമ്മുടെ കൈ ഇങ്ങനെ ചുറ്റിയ കൊണ്ട് അടിക്കുന്ന പോലെ ഹാമർ കേൾസ്. ഇതും ഈ പറഞ്ഞതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ് നമ്മളുടെ ആം ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 50 കൗണ്ട്സ് ഒക്കെ ചെയ്യുക. നമ്മുടെ ആം സിസേഴ്സും അതേപോലെ തന്നെ ഹാമർ കേൾസും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആം ഷേക്സും ഇതെല്ലാം നമ്മളൊരു 50 കൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ ഈച്ച് ഡേ ചെയ്യുവാണെങ്കിൽ 2 ടൈംസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് മുങ്ങിക്കളയണ ആളായത് കൊണ്ടിട്ടാണ് ഈ പ്രശ്നം. പിന്നെ അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്റ്റെപ്സ് ഇതേപോലെ തന്നെ നമ്മൾ അബ്ഡോമൻ്റെ കോറ് ഭയങ്കര എൻഗേജ്ഡ് ആക്കി പിടിച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റെപ്സ് ചെയ്യുക. ഇത് വന്നിട്ട് നമ്മളുടെ ഹോൾ ബോഡി എക്സസൈസ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം വയറും കുറയും. പിന്നെ ബാക്ക് സ്റ്റെപ്സ് ചെയ്യുമ്പം നമ്മളുടെ ആംസിൻ്റെ ഫാറ്റും കൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് എൻഗേജ് ചെയ്യുക. അപ്പം ഡബിൾ എഫക്റ്റ് കിട്ടും. നമ്മളുടെ എന്താ പറയുന്നത്, സ്റ്റൊമക്കും നമ്മളുടെ അബ്ഡോമിനും കുറയും. അറ്റ് ദ സെയിം ടൈം ആം ഫാറ്റും റിഡക്ഷൻ നടക്കും. ഓക്കെ, ഇതൊക്കെ ഒരു 30 കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കാം. ഞാനിന്ന് മാക്സിമം നമ്മൾ നോക്കിയായിരുന്നു, പറ്റിയായിരുന്നു. ഫില്ലേഴ്സ് ആക്കി വെച്ചത് നമ്മളുടെ റണ്ണിങ്ങും. സ്വെറ്റിംഗ് ഈസ് മസ്റ്റ്. നന്നായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇതും ഒരു നമ്മളുടെ ആംസിൻ്റെ ഒരു എക്സസൈസാണ്, ഷോൾഡർ ഹിറ്റ്. നമ്മളുടെ ആംസ് വന്നിട്ട് ഷോൾഡറിൽ ഹിറ്റ് ചെയ്യുന്ന പോലെ കുറച്ചേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ നിർത്തിക്കളഞ്ഞു അതുകൊണ്ട്. പിന്നെ നമ്മൾ റൺ ചെയ്യുക. കാരണം ഏകദേശം ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഫ്യൂസ് ഊരാറായ പോലെയായി. നമ്മൾ നന്നായിട്ട് റൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ പഞ്ചിങ് നമുക്കറിയാമല്ലോ. നമ്മൾ നേരെ നിന്നിട്ട് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് പഞ്ച് ചെയ്യുമ്പം നമ്മളുടെ ആംസിന് മാത്രമേ ഗുണമുള്ളൂ. പക്ഷെ ഞാൻ നമ്മളുടെ കാലും കൂടെ സ്ട്രെച്ച് ചെയ്യിക്കുന്നുണ്ട്, ഹോൾ ബോഡി മൂവ് ചെയ്യിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് കം ടു അണ്ടർ ദ കാറ്റഗറി ഓഫ് യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ. നമ്മുടെ കൈയും കാലും ഒരുമിച്ച് അനങ്ങുന്നുണ്ട്. 45 ഡിഗ്രിയിലാണ് ഞാൻ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 45 ഡിഗ്രി ചെയ്യാം, 50 ഡിഗ്രി ചെയ്യാം. 15 കൗണ്ട്സ് 45 ഡിഗ്രി ചെയ്യുവാണെങ്കിൽ 15 കൗണ്ട്സ് 90 ഡിഗ്രിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 30 കൗണ്ട്സ് ആയല്ലോ.
എന്നിട്ട് നന്നായിട്ടിങ്ങനെ റൺ ചെയ്ത് കൊടുക്കുക. റൺ റൺ റൺ. നമ്മൾ റൺ ചെയ്യണത് സ്റ്റോപ്പ് ആക്കിയാലും പതുക്കെ ഒന്ന് ജോഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പതിയെ പതിയെ വന്നാൽ മതി. നമ്മുടെ സ്റ്റാമിന നന്നായിട്ട് വന്നോളും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഞാനിങ്ങനെ ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി വെറുതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡെൻസിറ്റി മാസമൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ നല്ല വേദന വരുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൈയുടെ വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞോളും കേട്ടോ. നേരത്തെ കണ്ടത് ഇതിപ്പോൾ അറിയാമല്ലോ, ത്രോയിങ് എന്ന് പറയുമ്പോഴും നമ്മുടെ മാക്സിമം നമ്മളുടെ കോർ എൻഗേജഡായിട്ട്, സ്റ്റൊമക് കോർ എൻഗേജഡായിട്ട് പിടിക്കുക, ടോ ടച്ച് ചെയ്യുക. ഇതാണ് ത്രോയിങ്. ഇതും നമ്മൾ 15 കൗണ്ട്സ് ഒരു സൈഡ് ചെയ്യുക, 15 കൗണ്ട്സ് അപ്പുറത്തെ സൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ഫോർ എന്താ പറയണത്, എബ്ഡോമിനിട്ടുള്ള നല്ലൊരു എക്സസൈസാണ് ഇതും. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. മോർണിംഗ് സെഷൻ കഴിഞ്ഞു. ഈവനിങ് സെഷനൊന്നും ഇല്ല കേട്ടോ, അതിനുള്ള സമയം കിട്ടില്ല, തീർന്നിട്ടില്ല കേട്ടോ, പിന്നെയും വരുന്നുണ്ട്. ഇത് തന്നെ നമ്മളുടെ ഫസ്റ്റ് തന്നെ റണ്ണിങ് ആണ് ചെയ്തത്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു പോർഷനില്ലേ, നമ്മുടെ ടയർ എന്ന് പറയും അല്ലേ, ടയർ ഫാറ്റ് എന്ന് പറയും. ലേഡീസിനൊക്കെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യണവരുടെ അടുത്തൊക്കെ വരാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നേരം എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ, അപ്പം ടയർ ഫാറ്റ് നമ്മൾ അറിയാണ്ട് തന്നെ കൂടും. അപ്പം അതിനുള്ളൊരു വർക്കൗട്ടാണ് ഇത്. അതായത് നമുക്ക് സ്ട്രെച്ചിങ്, നമ്മളുടെ ആം സ്ട്രെച്ചിങ് ആണ്. അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ ഒരു എന്താ പറയുക എനർജിയിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റെഗുലർലി നമ്മളൊരു ചെയ്യുവാണ്, ഒരു 50 അല്ലെങ്കിൽ 30 കൗണ്ട്സ് ഒക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് എന്താ പറയണത്, ഫാറ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനോ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ പ്രോപ്പർ ഡയറ്റും കൂടെ എടുക്കുക. ട്വിസ്റ്റിങ്ങും നല്ലതാണ് കേട്ടോ, ട്വിസ്റ്റിങ്ങും നല്ലതാണ്, പെൻഡുലം സിങ്സ് നല്ലതാണ് ആ ഒരു ഫാറ്റ് പോവാൻ. ലേഡീസിന് വരാറുണ്ട്, നന്നായിട്ട് വരാറുണ്ട്, ജെൻസിനും വരാറുണ്ട്. നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കാണ് അത് കൂടുതലുള്ളത്. അപ്പം എൻ്റെ എനർജിയൊക്കെ പോയതുകൊണ്ട് ഞാൻ ആർക്കാണ്ടും വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ആംസ് സ്ട്രെച്ച് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് നമ്മൾക്ക് ഇങ്ങനത്തെ നമ്മൾ ഈ തൈറോയിഡും PCOD ഒക്കെ ഉള്ളവർ ഒരു യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ ടൈപ്പ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഫാറ്റ് ബേണിങ്ങിനും വെയിറ്റ് ലോസിനും നല്ലത്. സ്ലോവിലി നമ്മളിപ്പോൾ സ്റ്റാൻഡിങ് ലെവലിലൊക്കെ നിന്ന് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ഈ തൈറോയിഡ് പേഷ്യൻറ്റിനും PCOD പേഷ്യൻസിനൊക്കെ അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. യോഗയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിതുപോലെ ത്രോയിങ്ങും അതേപോലെ ഹൈ നീസൊക്കെ നിന്നിട്ട് നമ്മൾ ചെയ്യത്തില്ലേ, അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഒന്നും വരത്തില്ല ഈ മെറ്റബോളിക് ഡിസോർഡർ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരെപ്പോഴും ഒരു യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ ചെയ്ത് നോക്കിക്കേ, മാക്സിമം ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് ചെയ്ത് നോക്കിക്കേ, അതിൻ്റെ റിസൾട്ട് വരും കേട്ടോ. കാരണം നമ്മുടെ ബോഡിയിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെക്കാട്ടിലും മെറ്റബോളിസം റേറ്റ് കുറവായിരിക്കാം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് മറ്റുള്ളവരുടെ പോലെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ആവത്തില്ല. അവനെ ഒന്ന് ശരിക്കും ഇട്ട് പണി കൊടുത്താലേ അവനാവത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ജമ്പിങ് ജാക്സ് തന്നെ ഞാൻ എനിക്ക് ഇനി എടുത്ത് പൊക്കാൻ വയ്യ, അതുകൊണ്ടിട്ട് ഞാൻ റണ്ണിങ് ജാക്സ് ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. ഏകദേശം എൻ്റെ പരിപ്പ് ഇളകി, ഇനി ഞാൻ നിർത്തി. അപ്പോൾ എൻ്റെ വർക്കൗട്ട് സെക്ഷൻ കഴിഞ്ഞു. ഇന്നത്തെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടൊന്നും ഫേസ് എല്ലാം കഴുകിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പിള്ളേരെ എണീറ്റു. സമയം 8 മണിയായി. അപ്പോൾ അതുകൊണ്ട് അവർ എണീറ്റ് വന്നു. അപ്പം ഞാനപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. 3 ആവി കയറ്റിയ ബ്രൗൺ ബ്രെഡും പിന്നെ 2 ഹോൾ എഗ്ഗുമാണ് ഇന്ന് കഴിക്കുന്നത്. ഞാൻ ഇന്ന് തൊട്ട് എനിക്ക് എന്തോ അധികം അങ്ങോട്ട് വിശപ്പില്ല, ഭയങ്കരമായിട്ട് വിശക്കുന്നില്ല. അപ്പം ഞാൻ ഇത് കഴിക്കാമെന്ന് കരുതി. ഞാൻ സാധാരണ ടോസ്റ്റ് ചെയ്തിട്ടാണ്, ബട്ടർ ഇട്ട് ടോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ബട്ടർ ഇട്ടൊന്നും ടോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഇതായിട്ട് പ്ലെയിൻ ആയിട്ട് കഴിക്കുവാണ് കേട്ടോ. ഉച്ചയ്ക്ക് എന്താവും എന്തോ. ഞാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഡയറ്റും വർക്കൗട്ടും കൂടി ആകുമ്പം എന്നെ സംബന്ധിച്ചത് നടക്കില്ല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി പോർഷൻ കുറയ്ക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്യുക. ഹെൽത്തിഫൈ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ കാലറി, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാലറി അറിയണം. എത്ര നമ്മൾ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, 1000 കാലറിയൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്താൽ മതി ഏകദേശം ഒരുവിധം വെയിറ്റ് ഉള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ എന്നിട്ട് ഒരു 300 കാലറി നമ്മൾ വർക്കൗട്ട് ചെയ്തൊക്കെ പോവാണ്, 200 വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 800 കാലറി മാത്രമേ നമ്മളപ്പോൾ ഒരു പെർ ഡേ ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു 1000 കാലറി ഒപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെൽത്തിഫൈ എന്ന് പറയുന്ന ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഓരോ ഫുഡിന്റെയും കാലറി നമുക്ക് അതിൽ കാണാം. ഇപ്പോൾ ഡേറ്റ്സിലാണെങ്കിൽ 25 കാലറി ആയിരിക്കും, അതുപോലെ ഒരു എഗ്ഗിലാണെങ്കിൽ
80 കാലറി ആയിരിക്കും. ഒരു ബ്രൗൺ ബ്രെഡിലാണെങ്കിൽ 50 കാലറി ആയിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നോക്കുന്നവർക്ക് അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യാം കേട്ടോ. അത് വളരെ നല്ലതായിരിക്കാം. നമ്മൾ എന്തായാലും കഷ്ടപ്പെടുന്നു 3 മന്ത്സിലേക്ക്. അപ്പൊ അത് കുറച്ചുകൂടെ ഉപയോഗത്തിലുള്ള രീതിയിലായ അത്ര നല്ലതല്ലേ, എത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതാണ് കഴിക്കുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. തിന്നിട്ട് കുളിക്കുന്നവരെ കണ്ടാൽ കുളിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിശപ്പൊന്നും വേറൊരു രക്ഷയില്ല, അത് തന്നെ കാര്യം. പിന്നെ രാവിലെ ഞാനൊരു പാൽച്ചായ കുടിച്ചു. അപ്പൊ പാൽച്ചായയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. പാൽച്ചായ അതായത് നമ്മൾ കാപ്പി, കട്ടൻ കാപ്പി, അതേപോലെ തന്നെ കട്ടൻ ചായ, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ഇത് രണ്ടും എന്താ പറയണത്, എപ്പോഴും ഫ്രീക്വന്റ്ലി ആയിട്ട് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിപ്പം ചിലർ ഡയറ്റ് ചെയ്യുമ്പം മിക്കവാറും ഞാൻ കാണുന്നതാണ്, നമ്മൾ കാപ്പി കുടിച്ചോളൂ, കാപ്പി എത്ര വേണമെങ്കിലും കുടിക്കാം, എന്താ പറയാ പഞ്ചസാര ഇല്ലാണ്ട് കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ ചിലവർ കാപ്പിയിൽ നാരങ്ങ ഇട്ടിട്ട് പിഴിഞ്ഞു കുടിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ചിലവരുണ്ടെങ്കിൽ, എല്ലാവർക്കും ആയിരിക്കത്തില്ല, പക്ഷെ ഇതത്ര നല്ലതല്ല, ഹെൽത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. ബിക്കോസ് നമ്മൾ കാപ്പിയും ചായയൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ, പെപ്സിയോ കാപ്പി ചായ വൈൻ ഇതൊക്കെ കാഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് ഇല്ലേ, കാഫീൻ നന്നായിട്ട് അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അയൺ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. എല്ലാവരിലും അല്ല, ചിലവരിലും. അപ്പൊ നമുക്ക് അയൺ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ അനീമിക് ആവും. അപ്പൊ നമ്മുടെ കൈകാലൊക്കെ തണുത്തു പോകും. ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ മുടി ഒഴിഞ്ഞു പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എൻ്റെ ഫിസിഷ്യൻ, ഞാൻ ഈ എല്ലാ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ ഒരു ഫിസിഷ്യൻ ഉണ്ട്, ഡോക്ടറെ പോയി കാണാറുണ്ട്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ, ഇപ്പൊ പലരിലും വരുന്നൊരു പ്രശ്നമാണ്. വൈറ്റമിൻ ഡി ആണ് മെയിൻ ആള്. അതിന്റെ കൂടെ തന്നെ ഈ അയൺ ഡെഫിഷ്യൻസി വരാൻ കാരണം, അതായത് കുറെ കാപ്പി ചായ, അത് പാലില്ലാണ്ടായിരിക്കും കുടിക്കുന്നത്, ഷുഗർ ഇല്ലാണ്ടായിരിക്കും. നമുക്ക് ഒരു വിശപ്പ് കുറയും, പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ആ കാപ്പി പൊടിയിലും ചായപ്പൊടിയിലുള്ള ടാനിൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഈ അയൺ, നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അയൺ ചെല്ലുമല്ലോ, പക്ഷെ ആ അയണിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിലോട്ട് അത് ചെല്ലുന്ന ആ ഒരു പ്രോസസ്സിന് അത് അങ്ങോട്ട് തടയും. അപ്പൊ നമുക്ക് എന്ത് വരും, ഡെഫിഷ്യൻസി വരും. സോ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡിയുടെ കൂടെ തന്നെ അയണും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിലും ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കേ, ചിലപ്പോൾ വ്യത്യാസം കാണാം. അനുഭവമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഒരു പാൽച്ചായയാക്കി. കാരണം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം, ഞാൻ 1, 3, 4, 5 പാൽച്ചായൊക്കെ കുടിക്കുമായിരുന്നു. കാപ്പി അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ പാൽച്ചായ ഞാൻ കണ്ടിന്യൂസ്ലി കുടിക്കുമായിരുന്നു. അതിന് പകരം നിങ്ങൾ ഒരു ടോൺഡ് ആയിട്ടുള്ള മിൽക്ക് കുടിച്ചോളൂ, കുറച്ച് ഗ്ലാസ് മിൽക്ക് കുടിച്ചോളൂ. ഒരു ടോൺഡ് മിൽക്കിൽ ഒരു 50 കാലറി അല്ലെങ്കിൽ ഒരു 75 കാലറി ഉള്ളൂ. ഒരു 50 ml 100 ml അത്രയൊക്കെ വരത്തുള്ളൂ. അപ്പൊ ടോൺഡ് ആയിട്ടുള്ള മിൽക്ക് കുടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ കാപ്പിപ്പൊടി ചായപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ വേറെ ഡെഫിഷ്യൻസി വരും. അപ്പൊ അത് നിങ്ങൾ ഒന്ന് അവെയർ ആയിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ പിള്ളേരുടെ ഫുഡ് കാണട്ടെ. പിള്ളേര് സെറ്റ് ചെയ്യിച്ചു. അപ്പൊ പിള്ളേരുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവക്കുട്ടിക്ക് കുക്കർ ബിരിയാണി ആണ് ഇന്നത്തെ ഫുഡ്. ഇതൊക്കെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആകെ ഇത്രയും പേരല്ലേ ഉള്ളൂ വീട്ടില്. പിന്നെ സെറക്കുട്ടിക്ക് ചിക്കൻ ഫ്രൈയും ദോശയും, ദോശപ്പൊടി ഉണ്ട് കഴിഞ്ഞ ദിവസത്തേക്ക്, അപ്പൊ അത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും പച്ചക്കറികൾ മോരുചാറൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചിട്ട് പോയിട്ട് കുളിക്കട്ടെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മീ, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ, ലവ് യു.